എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സനീഷ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സാംസങ് 2025 ഏറ്റവും പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ബീസ്പോക്ക് AI വിൻഫ്രീ AC യെ പറ്റിയാണ്. AI ഫാസ്റ്റ് ആൻഡ് കംഫോർട്ട് കൂളിങ്ങോട് കൂടിയിട്ടാണ് ഈ AC വരുന്നത്. AI ഫാസ്റ്റ് കൂളിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈ AC നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചറിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് ഫാനിൻ്റെ സ്പീഡും കംപ്രസറിൻ്റെ പവറിനെയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റൂമിനെ പെട്ടെന്ന് തണുപ്പിക്കും. വൺസ് റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AC വിൻഫ്രീ മോഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുകയും നല്ല രീതിയിൽ എനർജി സേവിങ് നൽകുന്ന രീതിയിൽ AC വർക്ക് ചെയ്യുകയും ചെയ്യും. വിൻഫ്രീ കൂളിങ്ങോട് കൂടിയിട്ടാണ് ഈ AC വരുന്നത്. വിൻഫ്രീ കൂളിംഗ് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ എക്സ്ക്ലൂസീവ് ടെക്നോളജിയാണ്. ഈ ACയുടെ ഫ്രണ്ട് പാനലിൽ കാണുന്ന ഈ 23,000 മൈക്രോ ഹോൾസിലൂടെയാണ് വിൻഫ്രീ കൂളിംഗ് നടക്കുന്നത്. ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ACയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് നേരിട്ട് നമ്മുടെ ബോഡിയിലേക്ക് തട്ടി ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള കൂളിംഗ് ഉണ്ടാകാതെ നല്ല കംഫർട്ടബിൾ ആയിട്ട് കൂളിംഗ് തരാൻ സഹായിക്കുന്ന സാംസങ്ങിന്റെ എക്സ്ക്ലൂസീവ് ടെക്നോളജിയാണ് വിൻഫ്രീ കൂളിംഗ്. വെയറബിൾ ഗുഡ് സ്ലീപ്പ് ഫീച്ചറോട് കൂടിയിട്ടാണ് ഈ വിൻഫ്രീ AC വന്നിരിക്കുന്നത്. വെയറബിൾ ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് സാംസങ്ങിന്റെ ഗാലക്സി വാച്ചോ റിങ്ങോ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിന്റെ സഹായത്തോടു കൂടി ഈ ഡിവൈസിനെ ആ ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈസസ് നമ്മുടെ ഉറക്കത്തെ സെൻസ് ചെയ്തിട്ട് ഈ ഡിവൈസസിലുള്ള AI പ്രോഗ്രാം നമുക്ക് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീപ്പ് തരുന്ന രീതിയിൽ ഈ ACയിൽ നിന്ന് വരുന്ന കൂളിങ്ങിനെ കസ്റ്റമൈസ് ചെയ്യും. AI എനർജി മോഡ് നമ്മുടെ യൂസേജ് പാറ്റേൺ അനുസരിച്ച് റൂമിന്റെ കൂളിങ്ങിനെ സെറ്റ് ചെയ്യുകയും അതിലൂടെ 30% വരെ എനർജി സേവിങ് നൽകുന്ന ഒരു AI ഫീച്ചറാണ് AI എനർജി മോഡ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ACയുടെ മോഡിനെ ഓട്ടോ മോഡിലേക്ക് മാറ്റണം. ACയുടെ മോഡിനെ ഓട്ടോ മോഡിലേക്ക് മാറ്റണം. അതിനുശേഷം സ്മാർട്ട് തിങ്സ് ആപ്ലിക്കേഷനിൽ AI എനർജി മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്യണം. ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ AC 30% എനർജി സേവിങ് കിട്ടുന്ന രീതിയിൽ ഇതിന്റെ വർക്കിങ്ങിനെ സെറ്റ് ചെയ്യും. AI ഡിജിറ്റൽ ഇൻവെർട്ടർ കംപ്രസറാണ് ഈ വിൻഫ്രീ ACയിൽ വരുന്നത്. ഈ കംപ്രസറിൽ വരുന്ന AI നമ്മുടെ യൂസേജ് പാറ്റേൺ തിരിച്ചറിഞ്ഞ് നമ്മുടെ റൂമിൽ ഏറ്റവും നല്ല പ്രിഫേർഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡോറിനെ ഔട്ട്ഡോറിന്റെ ഫ്രീക്വൻസിനെ ബാലൻസ് ചെയ്യും. കൂടാതെ ഇതിലൂടെ ഏറ്റവും നല്ല രീതിയിലുള്ള എനർജി സേവിങ് നൽകും. അതുപോലെ തന്നെ ഈ കംപ്രസറിൽ BLDC വിത്ത് നിയോഡിയം മാഗ്നറ്റ്സ് ആണ് വരുന്നത്. ഇത് നോർമൽ മാഗ്നറ്റ്സിനേക്കാളും 3 times സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കംപ്രസറിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള റൊട്ടേഷൻ ആണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന ട്വിൻ കംപ്രസർ പഴയ സിംഗിൾ കംപ്രസറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 20 മടങ്ങ് വൈബ്രേഷനും കുറയ്ക്കും. 5-in-1 കൺവേർട്ടബിൾ മോഡോട് കൂടിയിട്ടാണ് AC വരുന്നത്. 5-in-1 കൺവേർട്ടബിൾ മോഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ACയുടെ കൂളിംഗ് പവറിനെ 40% മുതൽ 120% വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എപ്പോഴാണോ തണുപ്പ് കുറവ് ആവശ്യമുള്ളത് ആ സമയത്ത് നല്ല രീതിയിൽ എനർജി സേവിങ് കിട്ടുന്ന രീതിയിൽ ഈ ACനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ AC കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് റിമോട്ടിൽ കൺവേർട്ടബിൾ ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ ഒരു പ്ലഗിന്റെ പടമുള്ളതാണ് കൺവേർട്ടബിൾ ബട്ടൺ. ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൺവേർട്ടബിൾ ആവുന്നത് കാണാൻ സാധിക്കും. ഇപ്പം 80%, 60%, 40%, 120% ആൻഡ് നോർമൽ കൂളിംഗ്. ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്ത് ഈ വിൻഫ്രീ ACനെ യൂസ് ചെയ്യാൻ സാധിക്കും. വിൻഫ്രീ ACകൾക്ക് സാംസങ് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറണ്ടിയും AI ഡിജിറ്റൽ ഇൻവെർട്ടർ കംപ്രസേഴ്സിന് 10 വർഷത്തെ വാറണ്ടിയും നൽകുന്നുണ്ട്. ഈ ACയിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സ് കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് വെൽക്കം കൂളിംഗ്, സ്മാർട്ട് ഫോർവേഡ്, മാപ്പ് വ്യൂ, ക്വിക്ക് റിമോട്ട്, ഹോം കെയർ, വോയിസ് കൺട്രോൾ, ഡ്യൂറാഫിൻ അൾട്ര ആൻഡ് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ പ്ലസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ലഭിക്കുന്നതിൽ വെച്ച് ബെസ്റ്റ് AC ആണ് സാംസങ്ങിന്റെ വിൻഫ്രീ AC. താങ്ക് യു.